கதவை இழுத்து அணைச்சபடி உயிர் மூச்ச நிறுத்து கண்மணியே. மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையிற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு கணக்கால் கூட கருப்பு. അമ്മ അവൾ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും അല്ലേ? ആ, എത്തേണ്ട സമയമായല്ലോ. അവൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിന്റെ അച്ഛൻ വരെയല്ലേ. ഒരു തക്കം കിട്ടി അവൾ കയറി പറയില്ല എന്ന് ആര് കണ്ടു? നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ. അത് ശരിയാ. അതുകൊണ്ട് അവളിവിടെ ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. അവളിനി ആ പട്ടിക്കാട്ടിൽ പോയി നരകിച്ച് ജീവിച്ചോട്ടെ. അവൾ നല്ല രീതിയിൽ ജീവിച്ച് കാണാതിരുന്നാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. അതങ്ങനെയേ വരുള്ളൂ. ഇനി അവളുടെ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം എന്ന പൂന്തോട്ടം തേടി ഞാനിവിടെ എത്തി. ഇനി എനിക്ക് കാത്തിരിക്കുന്നത് സ്വർഗമോ നരകമോ? സ്വർഗമെന്ന് മനസ്സ് വിതുമ്പി വിതുമ്പി എന്നോട് പറയുന്നു. എന്നാലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മോളാണോ ഈ അല്ലിക? ആ അതെ ചേട്ടാ, ഞാനാ. ആ, ഇന്നങ്ങോട്ട് നടന്നോളാ. എന്നെ ജാനകിയെടുത്തി പറഞ്ഞു വിട്ടതാ മോളെ കൊണ്ടുവരാൻ. വായോ. ഭക്ഷണം റെഡി ആയിട്ടോ, വന്ന് കഴിച്ചേ, വായോ. അല്ല, നീ ഇപ്പൊ കഴിക്കുന്നില്ലേ ജാനു? ഇല്ല, ഞാൻ ആ കുട്ടി വന്നിട്ട് ആ മോളുടെ കൂടെ ഇരുന്ന് കഴിക്കാച്ചിട്ടാ. അങ്ങനെ. എന്നാ ഞാനും ആ മോള് വന്നിട്ട് കഴിച്ച പോരെ ജാനു? അത് പറഞ്ഞാ പറ്റില്ല. സമയത്തിന് മരുന്ന് കഴിക്കേണ്ടതാ. ഇരുന്നേ, കഴിക്ക്. ഈ പെണ്ണിനെ കൊണ്ട്. മോളെ, ഇവിടെ ഇറങ്ങിക്കോളൂ, ഇതാ വീട്. താങ്ക് യു ചേട്ടാ, പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം. ആയിക്കോട്ടെ, എനിക്ക് അതിലേറെ സന്തോഷം. നന്നായി വരും. ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാട്ടോ. തൊടിയിൽ കുറച്ച് തേങ്ങ ഇടാനുണ്ട്. ചേട്ടാ ശരി. മോളെ അല്ലി, ഞാൻ രാവിലെ തൊട്ട് നോക്കിയിരിക്കുമായിരുന്നു. വന്നേ, കയറിയിരിക്കേ, വായോ. നമസ്കാരം ആൻറ്റി. ആൻറ്റി അല്ല, അമ്മ. ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്നെ. ഉള്ളിലോട്ട് കയറിക്കേ, അവിടെ നിൽക്കാതെ. ദേ എല്ലാരും വന്നേ, അല്ലിമോള് വന്നു കേട്ടോ. മോളെ അല്ലി, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ലായിരുന്നു അങ്കിൾ. അങ്കിളല്ല, അച്ഛൻ. ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി എന്നെ. ഇതാണോ ഈ വീട്ടിലോട്ട് വലിഞ്ഞു കയറി വന്ന ആള്? നിർത്തുമേ, ഇത് വലിഞ്ഞു കയറി വന്ന ഒരാളല്ല. എൻ്റെ മകൻ ആരവിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ അവൻ്റെ പാതിയാവാൻ പോകുന്നവളാണ്. ഞാനൊന്നും പറയാനും കാണാനും ഒന്നും നിൽക്കുന്നില്ല. ഞാൻ പോവുക. മോൾ അതൊന്നും കാര്യമാക്കണ്ട. അവരോടൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മേ, അല്ലി വന്നോ? അല്ലി, അമ്മു. കരയാതടി പെണ്ണെ, സന്തോഷിക്കല്ലേ വേണ്ടേ? എടി, നിന്നെയൊക്കെ ഞാൻ എത്ര മിസ് ചെയ്തെന്നറിയോ? ഇനി മിസ് ചെയ്യണ്ടല്ലോ, ഞാൻ അടുത്തില്ലേടി. എൻ്റെ അല്ലിപ്പെണ്ണെ, ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ.
എൻ്റെ അല്ലിമോളി ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്മ എന്താടാ ചക്കരേ? ആ ഇപ്പൊ നിങ്ങൾ രണ്ടാളും ആയോ ടീം? എടി ഈ സൈഡിലോട്ടൊന്ന് നോക്കിക്കേ, ആരാന്ന്? എടി ഇതാ ചെറിയ കുരുട്ടല്ലേ, അവൾ ഇത്രയും വലുതായോ? ആയി അപ്പൊ ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ട് അല്ലേ? പിന്നെ എൻ്റെ സുന്ദരി മണീനെ എനിക്ക് മറക്കാൻ പറ്റുമോ? മതി ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി സംസാരമൊക്കെ. ഇത്രയൊക്കെ സഹിച്ചിട്ട് നീ എന്തിനാടി അവിടെ നിന്നേ? അവരുടെ തുപ്പും തൊഴിയും അടുക്കള പണിയെല്ലാം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? ഇഷ്ടപ്പെട്ടിട്ടല്ലേടി, അതല്ലാതെ വേറെ ഒരു വഴി എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു കോള് മതിയായിരുന്നല്ലോടി, ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടി വരില്ലായിരുന്നു. അതിന് പോലും എനിക്ക് സാധിക്കില്ലായിരുന്നോടി അവിടെ. ഏയ് അതൊക്കെ വീട്, പാസ്റ്റ് ഈസ് പാസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. അതെ, അല്ല നമ്മുടെ മെയിൻ ആളെ നീ കണ്ടോ? അതാരാ? നിന്റെ മണവാളനെ അല്ലാതെ അറിയാം, അല്ലെങ്കിൽ എൻ്റെയും ഈ കുരുട്ടിൻ്റെയും ഏട്ടനായ ആരും മഹാദേവനെ. ഒന്ന് പോടി, കളിയാക്കാതെ. ശരിക്കും ആൾക്കെന്നെ ഇഷ്ടമായിട്ട് തന്നെയാണോ ഓടി? പിന്നല്ലാതെ ഏട്ടനീ കാര്യത്ത് കുട്ടികൾ കളിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ കുറേ പ്രപ്പോസൽ വന്നിട്ടും ഏട്ടൻ ഇതാണ് അക്സെപ്റ്റ് ചെയ്തേ. അപ്പോൾ നിന്നെ ഇഷ്ടമല്ലാതിരിക്കോ? അല്ല ചേച്ചിക്ക് ഏട്ടനെന്ന് കേൾക്കുമ്പോഴും ഏട്ടനോട് സംസാരിക്കാനും ചെറിയ പേടിയൊക്കെ ഉണ്ടോ? ഏയ് ഞാനെന്തിനാ പേടിക്കണേ? ഇന്നാ ചേച്ചി പേടിച്ചേ ഒക്കൂ. നിനക്കെന്താടി? ഏടി ആ പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നിങ്ങളെന്താ ശരിക്കും ഉദ്ദേശിക്കണേ? അതെന്താ വെച്ചാലേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഏട്ടനെ ചെറുതായിട്ട് പേടിയാ. ഏട്ടനങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പല്ല, അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓഹോ അങ്ങനെ. യു മീൻ നല്ല കോൾഡ് പേഴ്സൺ? അതെ അങ്ങനെയും പറയാം, പക്ഷെ സ്നേഹമുള്ളവനാ. ഇതൊന്നും കേട്ട് നീ പേടിക്കണ്ട. എന്താ രണ്ടും കൂടെ എല്ലാം പറഞ്ഞ് പേടിപ്പിച്ചതും പോരാ, എന്നിട്ട് എന്നോട് പേടിക്കണ്ടെന്നോ? ഞങ്ങളൊരു സത്യം പറഞ്ഞതല്ലേ ചേച്ചി. പോടി തെണ്ടികളെ. ഏട്ടൻ എന്തായാലും ഇന്ന് ലേറ്റ് ആവുന്നാ പറഞ്ഞേ, അപ്പോൾ നിനക്കെന്തായാലും നാളെ കാണാൻ പറ്റുണ്ടാവുള്ളൂ. അയ്യോ നന്നായി, കണ്ടില്ലെങ്കിലും പ്രശ്നമല്ല നാളെ. എടി ഏട്ടൻ പാവാടി. ഇന്നിൻ്റെ രസമായിരുന്നു. അച്ഛൻ അമ്മ എല്ലാവരും. ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആരുമില്ലാന്ന് തോന്നി എനിക്ക്, ആരൊക്കെയോ ഉണ്ടെന്ന തോന്നൽ മനസ്സിൽ മുട്ടിയിട്ട ദിവസം. ഇന്ന് എടുത്തിയ പാല്? പാല് വന്നോ? വാ മഹി, ചായ കുടിച്ചിട്ട് പോവാനേ. വേണ്ട എടുത്തിയേ, സമയമല്ലപ്പോ, പിന്നെ ആവട്ടെ. അല്ല ആരുമോൻ ഇവിടെ ഉണ്ടോ? എനിക്ക് അവനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. ഇല്ലടാ, അവൻ അമ്പലത്തിൽ പോയേക്കുവാ. എനിക്ക് തോന്നി മിക്കവാറും അമ്പലത്തിൽ പോയിട്ടുണ്ടാവും ഇന്ന്. എന്തായാലും അവൻ ഇന്ന് വൈകുന്നേരം ഉണ്ടാവും ഇവിടെ വന്നോക്കെ. അപ്പൊ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇന്ന് ഞാൻ അപ്പ വരണ്ട എടുത്തിയ. ശരി ഇട്ടെന്നാല്. രാവിലെ നല്ലോണം ഫുഡ് കഴിക്കണം. എല്ലാവരും നന്നായി കഴിക്കേ. അല്ലിമോൾക്ക് 2 ഇഡ്ഡലിയും കൂടെ ഞാൻ ഇട്ട് തരട്ടെ? അയ്യോ വേണ്ടമ്മ, എനിക്ക് ഇതന്നെ ധാരാളം. വലിഞ്ഞു കയറി വന്നവരൊക്കെ ആദ്യ പന്തിയിൽ തന്നെ തിന്നാൻ കയറി ഇരുന്നിട്ടുണ്ടല്ലോ.
എന്താടി നോക്കുന്നേ? വലിഞ്ഞു കയറി വന്നതും പോരാ, തമ്പുരാട്ടികളെ പോലെ അവൾക്ക് ജീവിക്കുകയും വേണം. നാണവും മാനം പറഞ്ഞ സാധനം ഉണ്ടോ? എന്നോട് ക്ഷമിക്കണം. ആ, നാണവും മാനവും എന്ന് പറഞ്ഞ സാധനം നിനക്ക് തീരെ ഇല്ലാന്ന് ആ വലിഞ്ഞു കയറി വന്ന സമയം തന്നെ എനിക്ക് മനസ്സിലായതാ. മതി. ഏട്ടൻ He's a freaking badass man. നിങ്ങൾ എങ്ങോട്ടായി പറഞ്ഞു പറഞ്ഞ് കയറിപ്പോകുന്നേ? ഇന്നലെ കാട്ടിയതിനുള്ളത് ഇന്നലെ തന്നെ മറുപടി തരണമായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതിന്റെ ആണല്ലോ ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അതിനിപ്പോ ഞാൻ എന്ത് തെറ്റാ അവിടെ ചെയ്തേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എന്ത് സത്യം അതിലുള്ളത്? ഒരു സത്യം അതിലില്ല. അവളിവിടെ വന്നിട്ടുള്ളത് എനിക്ക് വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ വായിരിക്കുന്ന ഒന്നും കേൾക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് നിങ്ങളെയും കാട്ടി വലിയ സ്ഥാനം അവൾക്ക് ഈ വീട്ടിലുണ്ട്. ഓ, ഇപ്പൊ എല്ലാം അങ്ങനെ ആയല്ലോ. ആ ആയി. അച്ഛനെ ഓർത്തതുകൊണ്ട് മാത്രമാണ് അമ്മായിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കുന്നത്. അതോർത്താ നല്ലത്. ഞാനൊന്നും പറയാൻ വരുന്നില്ല. എടാ മതി, അത് വിട്. അവള് പോയി, സാരല്ലേ നീ. നിന്റെ വായിൽ എന്താടി കുരുവായിരുന്നോ? ആ പെണ്ണുമ്പിള്ള അതൊക്കെ പറയുമ്പോ കേട്ടോണ്ടിരിക്കാൻ മാത്രം. ഇത് പെണ്ണ്, ഇനി നീ ആ വായ തുറന്നില്ലെങ്കിൽ അത് തുറപ്പിക്കേണ്ട എങ്ങനെയാന്ന് എനിക്ക് നല്ല അറിയാം. ഞാൻ വേണ്ട വെച്ചിട്ടാ. അത് നിനക്ക് നല്ലതിനാവില്ല. അത് അവര് പറഞ്ഞതും ശരിയല്ലേ? അതാ ഞാൻ. ആ ബെസ്റ്റ്, ഇപ്പൊ കിട്ടും അവൾക്ക്. ആ, അപ്പോ അവര് പറഞ്ഞത് മാത്രം നീ കേട്ടിട്ടുള്ളൂ. ഞാനിവിടെ തൊള്ള കയറി പറഞ്ഞതൊന്നും നീ കേട്ടിട്ടില്ല. ഞാൻ എന്തിനാ പിന്നെ പറഞ്ഞേ? ഇപ്പൊ നിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവര് ശരിയും ഞാൻ തെറ്റും. നല്ലതാ. വെറുതെ അല്ല ഇപ്പൊ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഏട്ടാ മതി ചീത്ത പറഞ്ഞത്. പാവാണ് കുട്ടി, അത് വീട്ടിൽ സാരില്ല. അവളെ ചീത്ത പറയല്ല വേണ്ട, ഒന്നും അങ്ങോട്ട് കൊടുക്കുക വേണ്ട. അമ്മ ഞാൻ എനിക്ക് മതി. ഇരിക്കടി അവിടെ. അത് ഫുള്ളും തിന്ന് കഴിയാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. മര്യാദയ്ക്ക് കഴിച്ചിട്ട് എണീച്ച് പോവാൻ നോക്ക്. അമ്മ നീ അതിനൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇനി അതുകൂടെ കഴിച്ചിട്ട് എണീറ്റാ മതി. കഴിച്ചേ. എന്താ അതിലോട്ട് നോക്കിയിരിക്കുന്നേ? മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കല്ലേ. ഈ കാര്യത്തില് എന്താ നിന്റെ അഭിപ്രായം? നിങ്ങളുടെ എല്ലാവരും ഇഷ്ടം അതാ വെച്ചാ അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഓവറാക്കണ്ട ഒന്നും. ഇല്ല, നമ്മൾ അമ്പലത്തിൽ വെച്ചൊരു ചെറിയ താലി കെട്ട്, അത്രേ ഉള്ളൂ. ഇവള് മുഖത്തോട്ട് പോലും നോക്കുന്നില്ലല്ലോ. ശരിയാക്കി തരാം. അല്ലി, ഇതൊന്ന് കഴിഞ്ഞ എൻ്റെ റൂമിലോട്ടൊന്ന് വരണേ. ഓ, എന്തിനാണാവോ ഇനിയും ചീത്ത പറയാനാവോ? ആ വന്നോ? വായോ, കേറി വായോ. അല്ല, എന്തിനാ എന്നെ വിളിച്ചേ? ഇങ്ങോട്ട് വായോ. എന്താ നിന്റെ പ്രശ്നം? എന്താ മുഖത്തിന് ഇത്ര കനം? അങ്ങനെയൊന്നുമില്ല, തോന്നിയതായിരിക്കും. ആണോ? തോന്നിയതാ? ആയിരിക്കും. നിനക്കെന്താ വിക്കുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കാട്ടണ ആ വിക്ക് മാറ്റി വെക്കുന്നതാവും നിന്റെ ആരോഗ്യത്തിന് നല്ലത്, കേട്ടോ? എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ? എല്ലാരെയും ഇഷ്ടായോ? പിന്നെ ഒരുപാട് ഇഷ്ടമായി. ഇവിടെയുള്ള എല്ലാവരെയും, അച്ഛൻ, അമ്മ, അമ്മു, മിന്നു, മഹിയേട്ടൻ, എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓഹോ, ആണോ? അപ്പൊ എന്നെയോ? എന്താ? എന്നെ ഇഷ്ടായില്ലേന്ന് ബാക്കി എല്ലാവരുടെ പേരും പറഞ്ഞല്ലോ. എന്റെ മാത്രല്ലേ പറയാത്തതുള്ളൂ. അത് പിന്നെ എന്തിനാ അടുത്തോട്ട് വരണേ? നിനക്കെന്നെ ഇഷ്ടാണോ അല്ലയോ അറിയാൻ വേണ്ടി.
അതിന് അവിടെ നിന്നാ പോരെ, ഞാൻ പറയില്ലേ. ഇങ്ങനെ നിന്നായാലും നിനക്ക് പറയാലോ. എന്നാ പറയ്. എന്ത്? ഇതിപ്പോ എന്നെ കളിപ്പിക്കല്ലേ. എന്നെ ഇഷ്ടായോ ഇല്ലയോന്ന്. ഇഷ്ടാണെന്ന് പറഞ്ഞ എന്നെ വിടുവോ? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇന്നാ പറയട്ടെ. പറയ്. എനിക്ക് നിനക്ക് നിങ്ങളുണ്ടല്ലോ എന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. മാറങ്ങോട്ട്. എടി നിന്നുണ്ടല്ലോ. എന്നെ വിട്, ഞാൻ പോട്ടെ. നിന്നെ ഇനി ഇവിടുന്ന് വിടണ പ്രശ്നമില്ല. ഇന്നാ ഓക്കെ. ഞാനൊരു സത്യം പറയട്ടെ. ശരിക്കും എനിക്ക് ഇഷ്ടം. കാരണം ആരുമില്ലാന്ന് തോന്നിയ എൻ്റെ ജീവിതത്തിലോട്ട് ആരൊക്കെ ഉണ്ടെന്ന് തോന്നൽ വന്നത് തന്നെ നിങ്ങൾ കാരണം. അത് മാത്രമല്ല, വേറെന്തോ ഒരു പ്രത്യേക ഇഷ്ടം. ഒരിക്കലും ഒരു സിമ്പതിന്നോ എമ്പതിന്നോ പൊട്ടിമുളച്ചതല്ല എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. ഈ 2 ഉണ്ടക്കണ്ണുകളോട് ചെറുപ്പത്ത് തോന്നിയ ഒരു അട്രാക്ഷൻ, അത് വലുതായി വലുതായി വേറെന്തോ ഒരു വികാരമായി മാറി. അതിൻ്റെ പേരായിരുന്നു പ്രണയമെന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഓഹോ, ഇനി ആർക്കും നിന്നെ വിട്ടുകൊടുക്കാതെ ഞാൻ നോക്കിക്കോളാം നിന്നെ. ഇതൊക്കെ സത്യമാണെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. നമ്മളൊന്നിക്കണമെന്ന് ചിലപ്പോൾ ദൈവം വിധി എഴുതിയതാവും. അതുകൊണ്ടല്ലേ ഇത്ര ദൂരെ കിടന്ന നമ്മളൊന്നിച്ച്. ഇനിയും ഇങ്ങനെ തന്നെ കിടക്കാനാണോ മോൻ്റെ ഉദ്ദേശം? അതേലോ. നീ ഇന്ന് ഇവിടെ കിടന്നോ, നാളെ പോവാം. നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. എന്താടി നോക്കി ചിരിക്കുന്നേ? അല്ല, അനിയത്തിമാര് ഏട്ടനെ പറഞ്ഞിച്ചതാലോചിച്ച് ചിരിച്ചതാ. ഓഹോ, എന്താ അവര് പറഞ്ഞേ? അവര് പറയാ ഏട്ടനെല്ലാവർക്കും പേടിയാണ്, അങ്ങനെയൊക്കെ. അത് ശരിയല്ലേ. കുറച്ചു മുന്നേ നിനക്കെന്നെ പേടിയായിരുന്നില്ലേ? കിടന്ന് വിക്കി കളിക്കണ്ടായിരുന്നല്ലോ. അത് പേടിച്ചിട്ടൊന്നല്ല കേട്ടോ. ഓഹോ, പിന്നെ എന്തിനാന്നാവോ ആ കഥകളി എൻ്റെ മുൻപിൽ നിന്ന് കളിച്ചേ? അത് പോടാ. ഉത്തരം കിട്ടാതാവുമ്പോൾ കൊഞ്ഞണം കുത്തണ സ്വഭാവം അത്ര നല്ലതല്ല കേട്ടോ. മല്ലികെ. ഏട്ടാ. എന്തോ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. പോണോ? പോണം. എന്നാ പോയിക്കോ. എന്താണ് എൻ്റെ ഭാര്യയെ ആ കുഞ്ഞിത്തലയിൽ ആലോചിച്ച് കൂട്ടുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ ഇത്ര സന്തോഷിച്ചൊരു ദിവസം ഉണ്ടാവില്ല വേറെ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത് കണ്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ അവരൊരുപാട് ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇനി നക്ഷത്രങ്ങളെല്ലാം തിളങ്ങി നിൽക്കുന്നേ. അതെ, ഞാൻ നിന്റെ അടുത്ത് ഉള്ളിടത്തോളം കാലം ഈ നക്ഷത്രങ്ങളെല്ലാം ഭംഗിയായി തിളങ്ങി നിൽക്കും കേട്ടോ. എന്നിട്ട് എന്താണ് ഭർത്താവേ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് പരിപാടി? എൻ്റെ ഭാര്യനെ ചെറുതായിട്ടൊന്ന് സ്നേഹിക്കാം, അത്രേ ഉള്ളൂ. കൂടുതലായാലേ എൻ്റെ വർക്കിൻ്റെ റിസൾട്ട് വേഗം വന്നാലോ. അതിനെന്താ, ഇമ്മടെ റിസൾട്ട് അല്ലേ, നമുക്ക് സ്വീകരിക്കാന്നേ. അത് പറ്റൂല. ഇമ്മയുടെ റിസൾട്ട് വന്നാൽ കുറച്ച് പ്രശ്നമാവും. ഇമ്മക്കിനി കോളേജിലൊക്കെ പോകണ്ടേ.
കോളേജോ? എനിക്കിനി പഠിക്കണ്ട ഏട്ടാ. അത് പറഞ്ഞാൽ പറ്റൂല ചേച്ചി. നമുക്കിനി BEd കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ ഏതെങ്കിലും സ്കൂളിൽ കയറാലോ. അത് ശരിയാ. എന്നാലും ഇല്ല, ഇങ്ങനെ മടിച്ചാവല്ലോ കേട്ടോ. അല്ലി മര്യാദയ്ക്ക് പോയി പഠിച്ച് പാസ്സായിക്കോണം. അമ്മ ഉണ്ട് കൂടെ. ഓളുണ്ടോ? ഇന്ന പ്രശ്നമില്ല. ഇനി നീയൊന്ന് അടുത്തോട്ട് വന്നേ, ഞാനൊന്ന് നല്ലോണം സ്നേഹിക്കട്ടെ. പഠിക്കുന്ന കാര്യം പറഞ്ഞ് എൻ്റെ മൂഡ് കളഞ്ഞതും പോരാ, എന്നിട്ട് പിന്നെ സ്നേഹിക്കാൻ വരുന്നോ? മോനെ, ഒറ്റയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി കേട്ടോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇങ്ങോട്ട് വാടി. നിക്കടി പെണ്ണെ അവിടെ. എന്താ ആരുവേട്ടാ? നിനക്കിപ്പോ ഒരു സ്നേഹമല്ലേ കേട്ടോ എന്നോട്? വായമല്ലേ കൊഞ്ചി നിൽക്കാതെ. ഇതിനൊക്കെ കെട്ടിച്ചു വിടേണ്ട സമയം കഴിഞ്ഞു. അതന്നെ എനിക്കും പറയാനുള്ള. എന്നെ വേഗം കെട്ടിച്ചു വിട്. ഇതൊക്കെ കണ്ട് ഞാൻ വഴിതെറ്റി പോവും. അമ്മ, ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. സൂക്ഷിച്ചു പോയിട്ട് വായോ രണ്ടാളും. അമ്മ, അച്ഛനവിടെ കണ്ടില്ലല്ലോ. അച്ഛനോട് പോയി പറയട്ടോ ഞങ്ങള്. അച്ഛൻ ആ തോട്ടൊക്കെ ഒന്ന് നോക്കാൻ പോയതാ. നിങ്ങളിറങ്ങിക്കോ, ഞാൻ പറയുന്നുണ്ട്. ശരി. ആരാ അത്? ഇപ്പം അങ്ങോട്ട് കാണാറില്ലല്ലോ. ഇങ്ങളിറങ്ങിയോ രണ്ടാളും? അതെങ്ങനെയാ? വലിയ ബിസി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ടുള്ള വഴി മറക്കും. ഏടി മതിയേടി. അല്ലിയെ, ഈ സാധനത്തിന് ഞാൻ ഇപ്പം വിടാട്ടോ, ഒരു 5 മിനിറ്റ്. ഏട്ടാ, വേഗം വിട്ടാ മതി. ഞാൻ കുറച്ച് നടക്കട്ടെ എന്നാല്. എന്താടി പെണ്ണെ നിന്റെ പ്രശ്നം? എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ എപ്പോൾ വരാൻ പറഞ്ഞതാ ഇങ്ങോട്ട്? കുറച്ച് തിരക്കുണ്ടായിരുന്നു പെണ്ണെ, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വരും എൻ്റെ ചക്കരനെ കാണാൻ? കൂടുതൽ പതപ്പിക്കല്ലേ? എന്താ പെണ്ണെ, എൻ്റെ മുത്തല്ലേ നീ? പിന്നെ ഇങ്ങോട്ട് കയറി വാടാ, ആ പെണ്ണിനെ നേരം വൈകിപ്പിക്കാതെ. ശരി ശരി, ഞാൻ പോയി. എന്താടാ നിനക്ക്? കട്ടുറുമ്പായി കയറി വന്നോളൂ. നിന്റെ പുന്നാര പ്രണയിനിയായിരുന്നു കുറച്ചു മുമ്പ് ഇവിടുത്തെ കട്ടുറുമ്പ് കേട്ടോ. റിവഞ്ച് ആണല്ലേ സജി? അതെ, എനിക്കുള്ളടാ സ്നേഹം കുതിക്കുന്ന ഒരു മനസ്സ്. അതിലാണ് അവൾ കഞ്ഞിട്ട് പാറ്റ വീഴുന്ന പോലെ വന്നത്. അല്ലി ഏടി അല്ലിപ്പെണ്ണെ. എന്തുവാ മനുഷ്യ പറയേ? ഫോൺ എടുത്ത് വെക്കേ. ഇല്ല, ഞാൻ ഒരു കാര്യം നോക്കാണ്. ഇത് കുറെ നേരമായല്ലോ നോക്കാൻ തുടങ്ങിയിട്ട്. മതി ഇനി. ഇവളെ ഉണ്ടല്ലോ ഇന്ന് ഞാൻ. എന്റെ കഴുത്ത്. ഫോൺ എടുത്ത് വെക്കടി, അല്ലെങ്കിൽ ഞാൻ പാട്ട ഫോൺ എറിഞ്ഞു പിടിക്കും. നിങ്ങൾക്ക് എന്തിന്റെ കേടാ മനുഷ്യ? എനിക്ക് ഭ്രാന്ത്. എന്തേ? അതെനിക്കറിയാവുന്ന കാര്യമല്ലേ. എടി നീ പറഞ്ഞു വരുന്നത് എനിക്ക് പണ്ടേ ഭ്രാന്തായിരുന്നു എന്നാണോ? എന്താ പത്ര ചോദിക്കാതിരിക്കുന്നതില്ലേ? അതല്ലേ സത്യം. ഭ്രാന്ത് നിന്റെ അച്ഛനാടിയോ മൊയിലമ്പലി? ഇത് വെറുതെ എൻ്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ല വേണ്ട. നിന്റെ അച്ഛൻ പോയി കേസ് കൊടുക്കടി നിന്നോ. എന്തപ്പം നിങ്ങളെ പ്രശ്നം? ഇങ്ങനെ ഇരുന്ന് കാറാ മാത്രം? ഒന്നുമില്ല, നിനക്കിപ്പോൾ പണ്ടത്തെ പോലെ എന്നോട് ഒരു സ്നേഹമില്ല. ഇല്ല. ഇനി എന്തേലും ഉണ്ടോ? ഇല്ല, അതന്നെ ഞാനും പറഞ്ഞേ. ഞാൻ പോവത്തെ. പോവല്ലേ? വേണ്ട, മാറി. ഇല്ല. അമ്മ, ഇന്ന് കോളേജിലൊരു സംഭവം ഉണ്ടായി. ഏടി വേണ്ട കേട്ടോ അമ്മ, അതൊന്നുമില്ല. എന്താ കാര്യം പറയേ? ഇമ്മടെ അല്ലിക്കൊരു പ്രപ്പോസല്. എന്നിട്ടെന്തായി? അവളെന്താ പറഞ്ഞേ? അവൻ പറഞ്ഞതും ഇവിടെ നല്ലൊരു ചിരി അങ്ങോട്ട് ചിരിച്ചു. എടി മതി ഓവറാക്കി പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് മതി. സീനായോ മോളെ?
ഇത് പെണ്ണെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒരു യുദ്ധം കഴിഞ്ഞിപ്പോൾ ഇറങ്ങി വന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പോയോക്കട്ടെ. അതെ, എൻ്റെ ഫുഡ് മതിയാക്കി എണീറ്റ് വന്നേ. ആരവേട്ട, നിങ്ങളോട് ഞാനീ ചോദിക്കുന്നത്. എനിക്ക് മതിയായി, അതുകൊണ്ട് ഞാൻ മതിയാക്കി. അതെന്തുകൊണ്ടാന്നാ ഞാൻ ചോദിച്ചേ. അവൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ തുള്ളുന്നതെങ്കിൽ അതങ്ങനെയൊന്നല്ല. നിങ്ങളോടാ മനുഷ്യ ഞാൻ ഈ തൊള്ള കയറി സംസാരിക്കുന്നത്. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നിങ്ങൾ എന്തിനാ ഈ മൊന്തയും കയറ്റി പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? അതെനിക്കറിയണ്ടേ. എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാനാ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു. ഒന്ന് ശല്യപ്പെടുത്താതെ പോയി തരൂ. ആ, ഇപ്പം ഞാനാണല്ലോ ശല്യം. പോയി തരാം. അതന്നെയാണല്ലോ നിനക്ക് വേണ്ടതും. അതെ. കരയാനും മാത്രം ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നേ. ഞാൻ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ, നീ അത് വിട്. സോറി. ദേഷ്യം വന്ന് ഇങ്ങനെയൊക്കെ പറയാ? ഞാനല്ലെങ്കിൽ വരണില്ല ശല്യപ്പെടുത്താനും ഒന്നിനും. അയ്യേ, കുട്ടികളെ പോലെ കരയാതെ. നീ അല്ലാതെ പിന്നെ ആരാ വരെ എന്നെ ശല്യപ്പെടുത്താൻ? വേണ്ട, പോ. ഇല്ല, പോകില്ല. സോറി, ഞാൻ ഇനി അങ്ങനെ പറയില്ല. എന്നോട് ക്ഷമിക്കടി. ഉറപ്പാ? ഉറപ്പ്. ഇങ്ങോട്ട് വന്ന് കിടക്ക്. നമുക്ക് എത്തിപ്പിടിച്ച് കിടന്നുറങ്ങും. ഞാൻ അവൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ കാര്യമൊക്കെ അവനോട് പറഞ്ഞതാ. അതൊക്കെ പിന്നെ എനിക്കറിയാലോ. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? വെറുതെ. അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങനെ ചുവന്ന തക്കാളിപ്പഴം പോലെ കാണാൻ പറ്റിയ. തോടാ പട്ടി. എന്ത് പട്ടിയോ? പട്ടി നിന്റെ ആ കോളേജിലുള്ളവൻ. ഇവളൊന്നും തിന്നില്ല കേട്ടോ. വാശി പിടിച്ചിരിക്കാതെ അത് ഫുള്ള് തിന്നല്ലേ. എനിക്ക് വേണ്ട പറഞ്ഞില്ലേ. അതെന്താ നിനക്ക് തിന്നാല്? നിനക്ക് വേണോ വേണ്ടേന്നല്ല ചോദിച്ചേ, ഇത് തിന്നാനാ പറഞ്ഞേ. കുറെ നേരമായല്ലോ ഇത് തുടങ്ങിയിട്ട്. അല്ലേ ഏട്ടൻ നിന്നെ ചീത്ത കൊള്ളാതെ ഇത് ഫുള്ള് കഴിക്കാൻ നോക്ക് പെണ്ണേ. നിന്റെ കുട്ടിക്കാണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടീൻ്റെ കാര്യമുള്ളൂ, എനിക്ക് വേണ്ട. ഇത് പെണ്ണെ, വേണ്ട വേണ്ട വെക്കുമ്പോ തലയിൽ കയറാൻ നിൽക്കല്ലേ. നീ ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ കൊടുക്കാം. വേണ്ട. ദേ അല്ലി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. നീ തിന്നാൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും എത്തുള്ളൂ. മര്യാദയ്ക്ക് തിന്നാൻ നോക്കിക്കേ. എല്ലാവർക്കും കുട്ടീൻ്റെ കാര്യമുള്ളൂ, എന്നോട് ആർക്കും സ്നേഹമില്ലല്ലോ. എൻ്റെ അല്ലിപ്പെണ്ണേ, അങ്ങനെയെങ്കിലും നീ ഫുഡ് കഴിക്കും പറഞ്ഞിട്ട് അതിൻ്റെ പേര് പറഞ്ഞ് നിന്നെ തീറ്റിപ്പിക്കുന്നെ കേട്ടോ. കഴിക്ക് പെണ്ണെ, വെറുതെ കളിച്ചു നിൽക്കാതെ. എനിക്ക് വേണ്ട. ഇത് പെണ്ണെ, വെറുതെ എൻ്റെ സ്വഭാവം മാറ്റിക്കരുത്. ഇത്ര നേരം നിന്റെ പിന്നാലെ നടന്നു എല്ലാവരും. ഇനി അത് നടക്കില്ല. മര്യാദയ്ക്ക് അതിരുന്ന് ഫുള്ള് തിന്നോ. എന്തിനാ ഏട്ടാ അതിനിങ്ങനെ കരയിപ്പിക്കുന്നേ? പാവണ്ട് കേട്ടോ. എൻ്റെ പൊന്നു മിന്നു, അല്ലാതെ അത് ഫുഡ് കഴിക്കില്ല, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്കിപ്പോൾ അവളെ കരയിപ്പിക്കാൻ മുട്ടി നിൽക്കുക. ഇങ്ങോട്ട് വന്നല്ലേ, കഴിച്ചു കഴിഞ്ഞില്ലേ, മതി കരഞ്ഞത്. കുശുമ്പ് തീരെ ഇല്ല ഈ ഇടയായിട്ട്, അതിൻ്റെയാണ് ഈ കരച്ചിലും പിഴിച്ചലൊക്കെ. അല്ല, എല്ലാവർക്കും ഇപ്പൊ കുഞ്ഞിനെ മതി, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും. എന്നെ ഇപ്പൊ ആർക്കും വേണ്ട. എൻ്റെ പൊന്നേ, നീയല്ലേ എൻ്റെ ആദ്യത്തെ കുഞ്ഞ്. കുഞ്ഞു വന്നാലും എൻ്റെ പൊന്നിനോട് ഈ സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അശ്ശോ, പോക്കിരി ഏട്ടൻ മാറി പോക്കി ഏട്ടനായല്ലോ. എടി എടി മതി, എടി മതി. ഇതൊക്കെ കണ്ട് എനിക്കും കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട് ഏട്ടാ.
അതിന് എല്ലാരും എന്നെപ്പോലെ ആയിരിക്കില്ലല്ലോ. എല്ലടി മൊയലമ്പല്ലി. എടി പെണ്ണെ, മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഓടിച്ചിട്ട് തല്ലുവേ. ആ തുടങ്ങിയല്ലോ ഇന്നത്തേക്കുള്ള യുദ്ധം. ഇന്ന് എന്ത് കുറുമ്പ കാട്ടിയ പാറോ? എന്തിനീ കരയുന്നേ? ആ നീ ഇങ്ങോട്ട് തന്നെ വരുള്ളൂ എന്ന് എനിക്ക് നല്ല അറിയായിരുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്തിനാടി അല്ലിപ്പെണ്ണെ, ഇപ്രാവശ്യത്തിനൊന്ന് ക്ഷമിച്ചേക്ക്. ഇപ്രാവശ്യം അമ്മ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ഇവളെ കുറേ ആയി ക്ഷമിച്ചു വിടുന്നു. അതിന് മാത്രം എൻ്റെ പൊന്നെ എന്ത് ചെയ്തേ? അവളോടെ ഫോൺ എടുക്കണ്ട പറഞ്ഞതാ, എന്നിട്ടും ആ കുരിപ്പ് ആ ഫോൺ എടുത്തിട്ട് ഉള്ള കുരുത്തക്കേടൊക്കെ കാട്ടി വെച്ചണം. അതിനുള്ളതൊക്കെ ഇപ്പം എനിക്ക് കേട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അമ്മ മാറി നിന്നേ. അല്ലി മോളെ, കുഞ്ഞിനെ തല്ലല്ലേ, അവളാകെ പേടിച്ചണു. ആ ശരി, തല്ലുന്നില്ല. എൻ്റെ മോള് പോയിട്ടേ ആ കോർണറിൽ മുട്ടുകുത്തി നിന്നോ നിന്റെ അച്ഛൻ വരുന്നത് വരെ. എന്താണ് പൊന്നെ, എന്തിനാ അച്ഛക്കുട്ടി കരയുന്നേ? എന്തിനാ അച്ഛൻ വേഗം വരണ്ടേ? എന്നോട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ വരുന്നവരെ വേഗം വരുമോ? ആണോടെ പൊന്നെ, അച്ഛതാ വരുന്നേ. വന്നിട്ട് അമ്മനെ ശരിയാക്കാവേ. കരയല്ലേ? അച്ഛൻ വേഗം വാ, ഞാൻ ഫോൺ വെക്കാനേ. അച്ചോടാ, എൻ്റെ കുഞ്ഞിരിക്കുന്ന നോക്കിക്കേ. ഇപ്പോഴൊക്കെ ഇത് എങ്ങനെ തോന്നി അതിനവിടെ ഇരുത്താൻ? അച്ഛ പൊന്നിങ്ങോട്ട് വന്നേ. എന്താണ് ചക്കരക്കാരയല്ലേ? അച്ഛൻ വന്നില്ലേ? അച്ചോടാ കരയല്ലേ, അത് മാറുവേ. എടി അല്ലി, എന്തിനാടി പെണ്ണെ എൻ്റെ കുഞ്ഞിനെ മുട്ടുകുത്തി നിർത്തിപ്പിച്ചേ? നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്വഭാവ ഗുണം കാരണം. അതിന് മാത്രം എൻ്റെ പൊന്നെ എന്താടി ചെയ്തേ? നിങ്ങളുടെ പൊന്നിനോട് ഫോൺ എടുക്കല്ലേ പറഞ്ഞതല്ലേ നമ്മൾ. എന്നിട്ട് അവൾ ഫോൺ എടുത്ത് എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലോട്ടൊക്കെ കുറേ ഫോട്ടോസ് ഇട്ടിരിക്കുക. എന്നിട്ട് കേട്ടതൊക്കെ എനിക്കും. ആണോടെ പൊന്ന? കുഞ്ഞിനോട് ഫോൺ എടുക്കല്ലേ പറഞ്ഞതല്ലേ അച്ഛനും അമ്മയും? കേട്ടോടി, എൻ്റെ കുഞ്ഞിനെ അറിയാതെ കൈതട്ടി പോയതാ. ഓ, വലിയൊരു അച്ഛൻ മോള് വന്നേക്കുന്നു. ആണോടെ പൊന്നെ, അച്ഛ ഒഴിഞ്ഞു തരാവേ. അമ്മയ്ക്ക് നമുക്ക് നല്ല പണിഷ്മെന്റ് കൊടുക്കാവേ. അങ്ങോട്ട് വേഗം കൊടുക്കച്ചേ പണിഷ്മെന്റ്. എടി എടി എന്തോ എന്നെ വിച്ചാച്ച ഞാൻ വെന്നേ. ഈ കുരിപ്പിനെ കൊണ്ടുള്ളൊരു കാര്യം. എൻ്റെ മോള് കൂടുതൽ ചിരിക്കണ്ട. പണിഷ്മെന്റ് രാത്രി പാക്കേജ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ, ഇങ്ങോട്ട് കയറി വാ, പാക്കേജ് ആയിട്ട്. ഞാൻ വരും. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ ഉണ്ടക്കണ്ണി? അപ്പോൾ വിളിച്ചാൽ വേഗം വരാനൊക്കെ അറിയാം അല്ലേ? പിന്നല്ല, എൻ്റെ കുട്ടി വിളിച്ചത് പിന്നെ ഞാൻ വരില്ലേ? ഓ ആയിക്കോട്ടെ, മാറങ്ങോട്ട്. കുശുമ്പി. എന്താണ്
കിടപ്പിൻ്റെ ഉദ്ദേശം? നിനക്ക് നിന്റെ പണിഷ്മെന്റ് വേണ്ടേ? വേണ്ട. വേണല്ലോ. ഇങ്ങോട്ട് നിക്ക് പെണ്ണെ. വേണ്ട. വേണം. ഒരു തടവ ഇഴുത്ത് അണച്ചപടി ഉയർ മൂച്ച നിறுത്ത് കൺമണിയേ. മഴയടിക്കും സിറു പേച്ച് വെയിലടിക്കും ഒരു പാർവ ഉടമ്പു മണ്ണിൽ പുതയറ വരയിൽ ഉടൻ വര കൂടുമോ അടിവും പോലെ ചവപ്പ് കണക്കാൽ കൂടെ കറുപ്പ് നീ തീണ്ടും ഇടം തിത്തിക്കുമേ ഇനി ബാക്കിയുടമ്പും ചെയ്യ വേണ്ടും ബാക്കിയമേ. വേദനിച്ചോ? This is your punishment. അച്ഛമ്മേ എനിക്കൊരു കഥ പറഞ്ഞിട്ടൊരു. അതിനെന്താ, ഇങ്ങോട്ട് വായോ, അച്ഛമ്മ പറഞ്ഞു തരാം. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. പണ്ട് അല്ലിന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നേ. ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ആരുമില്ല. ആ കുട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു അവരുടെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവിടെ നിന്നൊരു യോദ്ധാവ് അവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കടൽ കടത്തി കൊണ്ടുവന്നു. പിന്നീട് അവർക്ക് സന്തോഷത്തിൻ്റെ രാവുകളായിരുന്നു. അവരിരുവരുടെയും ഇടയിൽ പ്രണയം പൂത്തുലഞ്ഞു നിന്നു. അങ്ങനെ ഇരിക്കെ അവർക്കൊരു കുഞ്ഞു മാലാഖയെ കിട്ടി. ഇപ്പോൾ അവർ ആ മാലാഖയുമായി സന്തോഷിച്ച് ജീവിച്ചു പോകുന്നു. അയ്യ, ക്യൂട്ട് സ്റ്റോറി. ഈ സ്റ്റോറിയുടെ പേരെന്താ? ആരവല്ലി. അടിവും പോലെ ചവപ്പ് കണക്കാൽ കൂടെ കറുപ്പ് നീ തീണ്ടും ഇടം തിത്തിക്കുമേ ഇനി ബാക്കിയുടമ്പും ചെയ്യ വേണ്ടും ബാക്കിയമേ.